സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന സംഖ്യകളെ പറ്റിയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ പല ആളുകൾക്കും അവിടെയും ഇവിടെയും ഒക്കെ നല്ല രീതിയിൽ കുരു പൊട്ടുന്നുണ്ടെന്ന് എനിക്കിങ്ങനെ നല്ല രീതിയിൽ മനസ്സിലായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെപ്പറ്റി എൻ്റെ നാട്ടിലേക്ക് അന്വേഷിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുള്ളത്. ആ സുഹൃത്തുക്കളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങൾ എന്നെപ്പറ്റി വെറുതെ അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിൽ എനിക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പലരോടും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനതൊന്നും നിർത്താനൊന്നും പോകുന്നില്ല എന്ന് സാരം കേട്ടോ. ഞാൻ ഈ പറയുന്നത് എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായിട്ട് ബോധ്യമുള്ള കേരളത്തിൽ ഒരുപാട് ജനങ്ങളുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആ ജനങ്ങളെ കൂടി ഒന്ന് അന്വേഷിച്ച് നടക്കണം. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം. ഞാനിവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരടിമപ്പണിയും ചെയ്യുന്ന ഒരു PR വർക്കും ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാൻ കാണുന്ന കാര്യങ്ങൾ അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. തന്തയ്ക്ക് പ്രക്കാഴിയാണെങ്കിൽ അത് തന്തയ്ക്ക് പ്രക്കാഴിയാണെന്ന് തന്നെ പറയും. അത് നരേന്ദ്രമോദി ചെയ്താലും നരേന്ദ്രമോദിയുടെ താഴോട്ടുള്ള ഏത് നേതാക്കന്മാർ ചെയ്താലും, ഇതിന് പിണറായി വിജയൻ ചെയ്താലും, ഇത് VD സതീശൻ ചെയ്താലും, ആര് ചെയ്താലും ഞാൻ പറയാനുള്ളത് പറയും. അപ്പോൾ നമ്മുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന നല്ലത് ചെയ്യുന്നവരെ നല്ലതായിട്ട് പറയണം, മോശം ചെയ്താൽ അതേ ആൾ തന്നെ മോശം ചെയ്താൽ അതിനെ മോശമായിട്ട് പറയണം. അപ്പോൾ സംഘികളെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ഞാൻ ഇവരെ കുറ്റം പറയുന്നു നിങ്ങൾ ചോദിക്കും. അവർ നല്ലതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറയേണ്ടി വരുന്നത്. കേരളത്തിലുള്ള 100% ജനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ 99.9% ജനങ്ങളും ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കും അങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾ നല്ലത് ചെയ്തു, നല്ലത് പറയും. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഞാനും അവരെയൊക്കെ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് മറ്റു മതം എൻ്റെ മുന്നിൽ കാണുന്നവർ, വേറെ മതത്തിൽപ്പെട്ടവർ, അവർക്ക് ആ മതത്തിലെ MLA വേണം, അവർക്ക് ആ മതത്തിലെ മുഖ്യമന്ത്രി വേണം, അവർക്ക് ആ മതത്തിലെ ഈ പറയുന്ന രാഷ്ട്രപതി വേണം, ഇനി പ്രധാനമന്ത്രി വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്തും എവിടെയും തുറന്നു പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ, അല്ല അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കുമ്പോൾ അതിനെയൊക്കെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഊലാമ്പി കാണിച്ച് പേടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കുന്നത് പോലെയാണ്. അതൊന്നും കണ്ട് പേടിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലൊന്നുമല്ല നമ്മൾ ആരും. അതുകൊണ്ട് ആ രീതിയിലുള്ള പേടിപ്പെടുത്തലുകളോ ആ രീതിയിലുള്ള ഭീഷണികളോ ആ രീതിയിലുള്ള അന്വേഷണങ്ങളോ ഒന്നും പ്രത്യേകിച്ച് നിങ്ങൾ നടത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും പറയാനുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയും, എടുത്ത് പറയുക തന്നെ ചെയ്യും. നല്ലത് ചെയ്താൽ നല്ലതെന്നും പറയും, കൊള്ളരുതായ്മയാണെങ്കിൽ എല്ലാ ജനങ്ങളും ഞാനത് കാണിച്ചുകൊണ്ട് തന്നെ അത് ചർച്ച ചെയ്യുമെന്ന് ഈ ഒരു കാര്യത്തിൽ പറയുകയാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം BJPയുടെ ഒരു പ്രതിനിധിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. അതിലിങ്ങനെയാണ്: ഒരാഴ്ച മാത്രം പൊതുപ്രവർത്തനം പരിചയമുള്ള പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായ സെലിബ്രിറ്റികൾക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സെലിബ്രിറ്റികളോട് എങ്ങനെയാണ് ജനങ്ങൾക്ക് സ്നേഹം തോന്നി വോട്ട് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അത് FFC ഫൺ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് വന്നിരിക്കുന്നത്, ഒരു പേജിലാണ് പോസ്റ്റ് വന്നിരിക്കുന്നത്. അതിൽ അവരിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സെൽഫ് ഗോളായി പോയല്ലോ ശോഭേച്ചി. ഒരു സംഘ് പ്രവർത്തകൻ എന്ന നിലയിൽ റോബിനോടും അഞ്ജലിയോടും റീൽസ് കുട്ടൂസിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. ആരാണ് ഈ റീൽസ് കുട്ടൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഞങ്ങൾ NDA വന്നു, ഞങ്ങൾ BJP വന്നിട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കാഴ്ചവെച്ചത്, അങ്ങ് UPയിലും ബീഹാറിലുമൊക്കെ ഉള്ളതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല പ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ നരേന്ദ്രമോദിജി വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എന്താണ് ഉണ്ടായത്, എന്താണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റീൽസ് കുട്ടൂസിന് പറയാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ആതിര എന്നെന്തോണം പെൺകുട്ടിയുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ റീൽസ് കുട്ടൂസിൻ്റെ വേറൊരു വീഡിയോ കൂടിയുണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വികസനം നടന്നിട്ടില്ല, ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ UDF ഒക്കെ മാറി മാറി ഭരിച്ചിട്ടും ഈ നാട്ടിൽ പ്രത്യേകിച്ച് ഒന്നും മറിക്കാനായിട്ട്, ഒന്നും നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു വികസനം വേണം, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മാറ്റം വേണം. ആ മാറ്റത്തിനായിട്ട് ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് റീൽസ് കുട്ടൂസ് പറയുന്നത്. ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് കാണിക്കാം, അത് കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. അതിനുശേഷം LF തുടർച്ചയായിട്ട് 10 വർഷമായി ഭരിക്കുന്നു. എന്നിട്ടും ഇത്ര നാളായിട്ടും നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന വികസനം കിട്ടിയിട്ടില്ല. അത് നമ്മളിപ്പോ ഇതിനോടകം ഒരുപാട് കുമരകം തൊട്ട് ഏറ്റുമാനൂർ വരെ ഒരുപാട് ആളുകളുടെ, ജനങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം, അവർക്ക് വേണ്ടതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഇത്രയും വർഷമായിട്ട് അവർക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അതിനൊരു മാറ്റം വരണം. ഇനി നമ്മൾ വന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കുടിവെള്ളമാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ നമ്മുടെ എന്തായിരുന്നു റോഡുകള്, ഇപ്പോഴും റോഡ് സൗകര്യം പോലും ഇല്ലാത്ത കുറെ സ്ഥലങ്ങൾ നമ്മുടെ കുമരകത്തൊക്കെ ഉണ്ട്. ഒരു പാലത്തിന് വേണ്ടി കാത്ത് ഇരിക്കുന്ന ജനങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങള് നമ്മൾ വരുമ്പോ കൊണ്ടുവരണം എന്നാണ് UDF ഭരിച്ചു. പണ്ട് തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു പ്രഹസനമാണ്, അല്ലെ ഒരു കഥയാണ്, ഈ കുടിവെള്ളം കൊണ്ടിരുന്ന ഒരു പരിപാടി. ഈ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ഥലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാടായിട്ടുള്ള പത്തനംതിട്ടയിലുള്ള ജനങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് BJP പ്രവർത്തകരൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്.
ഇതുവരെയും കേന്ദ്രം ഭരിച്ചിട്ട് പോലും അവർക്ക് കേരളത്തിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവരാത്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ ആ പ്രതിനിധിക്ക് പോലും അതിനെക്കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇലക്ഷൻ മുന്നിൽ കാണുമ്പോൾ മാത്രം നിങ്ങൾ ഈ പ്രഹസനവുമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ റീൽസ് കുട്ടൂസിനോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും കാലം കുട്ടി എവിടെയായിരുന്നു? ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഈ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ UDFും LDFും ഒന്നും നടത്തുന്നില്ല. അപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ വരണം, വികസന മുന്നേറ്റം വരണം, അതിന് വേണ്ടിയിട്ട് ഞങ്ങളെ വിജയിപ്പിക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എന്തേ കുട്ടൂസെ മുൻപേ ഇതുമായിട്ട് അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വരാത്തത്? ഈ ഒരു ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ നടത്തുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല. അപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു പ്രതിനിധി, രാഷ്ട്രീയ പ്രതിനിധി പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത്. സെലിബ്രിറ്റികളെയും നാളിതുവരെ ലോകത്തിലുള്ള ആരും കാണാത്ത അല്ലെ നാളിതുവരെ നാട്ടിലുള്ള ആരും കാണാത്ത കുറച്ച് ആളുകളെ നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾക്ക് ഇട്ടൊരു കൊട്ട് തന്നെ ആയിട്ട് അത് മാറിപ്പോയി. അത് ആർക്കോ വേറെ LDFിന് വേണ്ടിയിട്ടോ UDFിന് വേണ്ടിയിട്ടോ ഒക്കെ കൊട്ടാൻ നോക്കിയതാണ്. പക്ഷേ സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് തന്നെ ആ കൊട്ട് കിട്ടി. സ്വന്തം പാർട്ടിയിലുള്ള റോബിൻ അടക്കമുള്ള അല്ലെങ്കിൽ അഖിൽമാരാർ അടക്കമുള്ള പല ആളുകൾക്കും ആ ഒരു കാര്യത്തിൽ കൊട്ട് കിട്ടി. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമുണ്ട്. നീനു കെ ജയൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയും ഇടതുപക്ഷത്തിൻ്റെ ഒരു പുലിക്കുട്ടിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടി ഒരു കാര്യം പറഞ്ഞത്, അതായത് ഈ പറയുന്ന സംഘികളെ വലിച്ചു കയറിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടി റീൽസ് കുട്ടൂസിനെ ഒക്കെ വലിച്ചു കയറി കഴിഞ്ഞ് സംസാരിച്ചു. അതായത് രജനിയെ പാത്രക്ക്, അതേപോലെ കമലിനെ പാത്രക്ക്, പലരെയും പാത്രക്ക് ഉന്നമാതിരി ഒരു നടിപ്പുകാരനെ അല്ലെങ്കിൽ ഇന്നമാതിരി ഒരാളെ ഞാൻ പാത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് റീൽസ് കുട്ടൂസിനെ വലിച്ചു കയറിക്കൊണ്ട് സംസാരിക്കുന്ന നീനുവിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് വന്നല്ല കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമുക്കറിയാം ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സംഘികളുടെ മൂത്ത സംഖ്യയായിട്ടുള്ള അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഗുരുവായൂർ ഒരു ഹിന്ദു MLA ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ട്. നമ്മളത് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഈ നീനു എന്ന് പറയുന്ന ആ പുലിക്കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. ആ ഒരു വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ആ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. എന്തുകൊണ്ട് ഒരു ഹിന്ദു MLA ഇല്ല എങ്കിൽ ഈ കേരളത്തിന് NDAയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട്. ഒരു മതവിഭാഗത്തെ മാത്രം പ്രതിനിധീകരിച്ച് NDA 140 പേരടങ്ങുന്ന ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നു. കേരളം മതവൈവിധ്യമുള്ള സംസ്ഥാനമാണ്. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങൾ നിങ്ങളുടെ ഈ 140 പേരടങ്ങുന്ന രാഷ്ട്രീയ ഘടനയിൽ എവിടെയാണ് നിലനിൽക്കുന്നത്? ഈ കേരളം അവർക്കും അവകാശപ്പെട്ടതല്ലേ? നിങ്ങൾ നിലകൊള്ളുന്നത് ജനങ്ങൾക്ക് വേണ്ടിയോ അതോ മതസംഘടനയ്ക്ക് വേണ്ടിയോ? നിങ്ങൾക്ക് എല്ലാ മതങ്ങളുടെയും വോട്ടുകൾ വേണം, എന്നാൽ സ്ഥാനാർത്ഥിത്വം ഒരേ മതത്തിൽ നിന്ന് മാത്രം. ഇത് എന്ത് തരത്തിലുള്ള റെപ്രസെന്റേഷൻ ആണ്? മറ്റു മതങ്ങളിൽ നിന്നുള്ളവർ യോഗ്യരല്ലെന്നാണോ NDA വ്യക്തമാക്കുന്നത്? ഇത് ഒരു മതത്തിന്റെ മാത്രം വേദിയല്ല, ജനങ്ങളുടെ നിയമസഭയാണ്. ഇത് തിരഞ്ഞെടുപ്പ് പട്ടികയോ അതോ മതപ്പട്ടികയോ? ജനങ്ങളുടെ നിയമസഭയെ ഒരേ ഒരു മതത്തിന്റെ വേദിയാക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? ജനാധിപത്യം ഒരു മതത്തിന്റെ മാത്രം സ്വത്തല്ല. റെപ്രസെന്റേഷൻ ഇല്ലെങ്കിൽ അത് ജനാധിപത്യമല്ല. മതനിരപേക്ഷ രാഷ്ട്രത്ത് മതം അടിസ്ഥാനമാക്കിയ സ്ഥാനാർത്ഥിത്വം ഇതൊരു തുറന്ന വിരോധാഭാസമല്ലേ? ഇത് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനയുടെ ഉൾതെരഞ്ഞെടുപ്പോ? ഇന്ത്യയുടെ സ്ഥാനാർത്ഥി പട്ടിക കേരളത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടോ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമോ അതോ മതപ്രചാരണമോ? ഈ സ്ഥാനാർത്ഥി പട്ടിക നിങ്ങളുടെ പ്രൊപ്പഗണ്ട മാത്രമാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യും. കണ്ടില്ലേ? ഈ സ്ഥാനാർത്ഥി പട്ടിക നിങ്ങളുടെ പ്രോപ്പഗണ്ട മാത്രമാണ്, അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നീനു എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അഖിൽമാരാറിൻ്റെ നിലപാടും അഖിൽമാരാറിൻ്റെ നിലവാരവുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് പല വീഡിയോസും രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു വീഡിയോ കൂടി ഈ സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. അതായത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽമാരാർ പണ്ട് പറഞ്ഞതൊരു വീഡിയോ ആണ്. നമുക്കറിയാം നമ്മുടെ ഈ ആശമാരുടെ സമരത്തിൽ പോയി പങ്കെടുത്ത് അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്ത അഖിൽമാരാരെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് പല ആളുകളും BJPയിൽ വീഴുമോ അല്ലെ BJPയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം, ഒരു മറുപടി, ഞാൻ ഒരിക്കലും ചാണകത്തിൽ വീഴില്ല, ചാണകത്തിൽ ഞാൻ ഒരിക്കലും കാലുകുത്തി വീഴില്ല. അങ്ങനെ പറയുന്ന ആളുകൾ അത് പ്രതീക്ഷിക്കുകയും വേണ്ടെന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അഖിൽമാരാറിനെ പറ്റി പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നിലവാരവും വ്യക്തിത്വവുമുള്ള, എന്ത് പറഞ്ഞാലും ഒറ്റ തന്തിക്ക് പറഞ്ഞ നിലപാടുള്ളൊരു വ്യക്തിയാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഡബിൾ ഫാദർ സിൻഡ്രം കാണിക്കുന്ന അഖിൽമാരാരെയാണ് നമ്മളവിടെ കണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണ് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ട് ഒരു തവണ സ്വന്തമായിട്ട് ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി.
ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. ഇതേ അഖിൽമാരാരെ അല്ലേ നമ്മളിപ്പോൾ സംഘികളുടെ കൂട്ടത്തിൽ കാണുന്നത്? ആ സംഘികളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പലരെയും കുറ്റം പറയുന്ന ഒരാളെയല്ലേ നമ്മളിപ്പോൾ കാണുന്നത്. ആരുടെയും മുന്നിൽ നട്ടല് വളയ്ക്കാതെ, ആരുടെയും മുന്നിൽ നിലവാരവും നിലപാടും കളയാതെ നമുക്ക് പറയാൻ സാധിക്കണം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ അഖിൽമാരാർ ഇന്നിപ്പോൾ ഏത് പാർട്ടിക്കൊപ്പമാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മാത്രം കൊള്ളാം. ഇതാണ് ഇവരുടെ പ്രൊപ്പഗണ്ട, അല്ലെങ്കിൽ ഇതാണ് ഇവരുടെ അജണ്ട. ഈ നാട്ടിൽ ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്തണം, മറ്റുള്ള മതവിഭാഗങ്ങളെ അടിച്ചമർത്തണം, അവരിവിടെ കയറി വരാൻ പാടില്ല എന്നുള്ള പ്രൊപ്പഗണ്ട. ഇതാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ എന്തൊക്കെ വിഷമം തോന്നിയാലും എന്തൊക്കെ ബുദ്ധിമുട്ട് തോന്നിയാലും നിങ്ങൾ മാറാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റാനും തയ്യാറല്ല, ഞങ്ങളും മാറാനും തയ്യാറല്ല. ഞങ്ങൾ ഈ വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തന്നെ ഹൈലൈറ്റ് ചെയ്യും. നിങ്ങൾ മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെപ്പറ്റി നല്ലത് പറയാനും ഞങ്ങളുണ്ടാവും. ഞാൻ ആരുടെയും PR ഒന്നുമല്ല, ആരുടെയും കാശ് വാങ്ങിച്ചിട്ടുമല്ല വീഡിയോ ചെയ്യുന്നത്. നാട്ടുകാർക്ക് അവരറിയണം എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് അറിയണം, അതിനുവേണ്ടി ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ആരും വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് കറങ്ങി തിരിഞ്ഞ് നിൻ്റെ തലയ്ക്ക് മേൽ തന്നെ പതിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.